ഹായ്, നമ്മുടെ ഈ ചാനലിൽ കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സൈക്കോളജിക്കലും ഫിലോസഫിക്കലുമായിട്ടുള്ള ടോപ്പിക്സാണ്. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കോഗ്നിറ്റീവ് ഡിസണൻസ് എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ലിയോൺ ഫെസ്റ്റങ്കർ ആണ്. 1954 അദ്ദേഹം ഒരു റിസർച്ച് പേപ്പർ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. സോഷ്യൽ പ്രഷർ ഇൻ ഇൻഫോർമൽ ഗ്രൂപ്പ്സ്. ഈ ആർട്ടിക്കിളിലാണ് നമ്മൾ ആദ്യമായിട്ട് കോഗ്നിറ്റീവ് ഡിസണൻസിൻ്റെ ഏർലി ഐഡിയാസ് കാണുന്നത്. അതിനുശേഷം അദ്ദേഹം 1957 ഫോർമലായിട്ട് തന്നെ എ തിയറി ഓഫ് കോഗ്നിറ്റീവ് ഡിസണൻസ് എന്ന പുസ്തകം റിലീസ് ചെയ്യാണ്. ഇത് പിന്നീട് സോഷ്യൽ സൈക്കോളജിയിലും സൈക്കോളജിയുടെ പല പല പാർട്ടുകളിലും ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആവുന്ന ഒരു പുസ്തകമായിട്ട് മാറുകയാണ്. കോഗ്നിറ്റീവ് ഡിസണൻസ് എന്താണെന്ന് പറയുകയാണെങ്കിൽ വൈരുദ്ധ്യാത്മകമാവുന്ന രണ്ടോ അതിൽ കൂടുതലുള്ള ബിലീഫ്സ്, വാല്യൂസ് അല്ലെങ്കിൽ ബിഹേവിയേഴ്സ് നമുക്കുണ്ടാവുകയും അത് നമ്മുടെ മൈൻഡിന് അവെയർ ആവുകയും ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഡിസ്കംഫേർട്ടിനെയാണ് കോഗ്നിറ്റീവ് ഡിസണൻസ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഡിസണൻസ് ഉണ്ടാകുമ്പോൾ 4 രീതിയിലാണ് ബ്രെയിൻ ഇത് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഹെൽത്തിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ്. ജങ്ക് ഫുഡ് ഹെൽത്തിന് നല്ലതല്ല എന്നുള്ളൊരു ബിലീഫ് എനിക്കുണ്ട്. എൻ്റെ ഒരു ബിഹേവിയർ എന്ന് പറയുന്നത് ജങ്ക് ഫുഡ് കഴിക്കുന്നതുമാണ്. അപ്പോൾ ആ ഒരു കോൺട്രഡിക്ഷൻ വരുമ്പോൾ ഒരു ഡിസണൻസ് ഉണ്ടാവും. ഇത് സോൾവ് ചെയ്യാനായിട്ട് ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ബിഹേവിയർ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. ബിഹേവിയർ ചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നാളെ മുതൽ ജങ്ക് ഫുഡ് കഴിക്കുന്നില്ല. രണ്ടാമത്തേന്ന് പറയുന്നത് ബിലീഫ് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഞാൻ ഇപ്പോൾ നോക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ജങ്ക് ഫുഡ് കഴിക്കുന്നവരാണ്. ആരും ഹെൽത്തിന് വലിയ കുഴപ്പങ്ങളൊന്നും കാണാനില്ല. അപ്പോൾ ചിലപ്പോൾ ഈ പറയുന്ന പോലെ ജങ്ക് ഫുഡ് അത്ര കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല എന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് എൻ്റെ ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു ബിലീഫ് ഞാൻ ചേഞ്ച് ചെയ്യുകയാണ്. 3 എന്ന് പറയുന്നത് ഞാനൊരു റാഷണലൈസ് ചെയ്യാണ് ഈ ഉണ്ടായ സംഭവത്തിന്. അതായത് ഞാൻ ഇന്ന് അരമണിക്കൂർ നടന്നു, 10 മിനിറ്റ് എക്സസൈസ് ചെയ്തു, അതുകൊണ്ട് ഇന്ന് ബർഗർ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെയും നമ്മൾ ഡിസണൻസ് കുറയ്ക്കും. ഇത് 3മാണ് ഫെസ്റ്റിംഗർ പ്രപ്പോസ് ചെയ്തിരുന്ന ഡിസണൻസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി മൈൻഡ് എടുക്കുന്ന ആക്ഷൻസ്. ഇതല്ലാതെ 1988 സെൽഫ് എഫർമേഷൻ തിയറി, ക്ലോഡ് സ്റ്റീലിൻ്റെ ഒരു തിയറി വരികയും ആ തിയറി അനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ വ്യക്തിത്വത്തെ വളരെ പോസിറ്റീവായിട്ട് ചിത്രീകരിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണ്. അപ്പോൾ ഞാൻ കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്ന് വിശ്വസിക്കുകയും, എന്നാൽ ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വർക്കിൽ ഞാൻ ഫെയിൽഡ് ആയിക്കൊണ്ടും ഇരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു ഡിസണൻസ് വന്നു. ആ ഡിസണൻസ് വരുമ്പോൾ ബിലീഫോ ബിഹേവിയറോ അല്ലെങ്കിൽ റേഷണലൈസേഷനോ ആ ഒരു പെർട്ടിക്കുലർ സംഭവത്തെ ചെയ്യാതെ നമ്മൾ വേറെ ഏതെങ്കിലും രീതിയിൽ സെൽഫ് എഫർമേഷൻ നടത്തി കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള ഫാദർ ആണെന്നോ അല്ലെങ്കിൽ കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള ഒരു സിറ്റിസൺ ആണോ എന്നോ ഉള്ള രീതിയിലുള്ള റേഷണലൈസേഷൻ ആ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിനെ വെച്ചിട്ടോ അല്ലെങ്കിൽ ആ വർക്കിനെ വെച്ചിട്ടോ അല്ല, അതിന് പുറത്ത് നമ്മളൊരു സെൽഫ് എഫർമേഷൻ നടത്തുകയും അതിലൂടെ നമ്മുടെ ഡിസണൻസ് കുറയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ഡിസണൻസ് ഉണ്ടാവുന്നതും അതിൻ്റെ സോൾവ് ചെയ്യുന്ന രീതികളും ഒക്കെ വെച്ചിട്ടുള്ള ഒരു പാറ്റേണിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ അതിൽ ഫേമസ് ആയിട്ടുള്ള 2-3 എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരെണ്ണം എന്ന് പറയുന്നത് പോസ്റ്റ് ഡിസിഷൻ ഡിസണൻസ് ആണ്. എനിക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള 2 ചോയ്സ് ഉണ്ടായിരുന്നു, എന്നാൽ ഞാൻ അതിന് ശേഷം ഒരു ചോയ്സ് മാത്രം എടുത്തു. ആ ഡിസിഷന് ശേഷം ഉണ്ടാവുന്ന ഡിസണൻസ്. എനിക്കൊരു ഫോൺ വാങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അന്വേഷിച്ച് ഞാൻ 2 ഈക്വലി ഗുഡ് ആയിട്ടുള്ള ഫോണിലെത്തി. എൻ്റെ കൺക്ലൂഷൻ, ഈ 2 ഫോണിൽ ഒരെണ്ണേ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഫോൺ എ എന്ന് പറയുന്നതും ഫോൺ ബി എന്ന് പറയുന്നതും ഈക്വലി ഗുഡാണ്, പക്ഷേ ഒരെണ്ണമാണ് ഞാൻ വാങ്ങുന്നത്. ആ വാങ്ങിക്കഴിഞ്ഞതിന് ശേഷം, അതായത് ഞാൻ ഡിസിഷൻ എടുത്തതിന് ശേഷം എനിക്കൊരു ഡിസണൻസ് ഉണ്ടാവുകയാണ്. എന്താ വെച്ചാൽ എൻ്റെ ബിലീഫിൽ എയും ഗുഡാണ്, ബിയും ഗുഡാണ്. പക്ഷേ ഇത് ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിൻ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തതിനെ എൻ്റെ വാല്യൂ കൂടുതലാക്കി കാണാനും റിജക്റ്റ് ചെയ്തതിൻ്റെ വാല്യൂ കുറച്ച് കാണാനും ശ്രമിക്കും. നമ്മൾ റിജക്റ്റ് ചെയ്തതിൻ്റെ ചാർജർ പോരാ, അതിൻ്റെ ഡിസ്പ്ലേ പോരാ, അതിൻ്റെ നെഗറ്റീവ് സൈഡ് മുഴുവൻ നമ്മൾ എക്സാജുറേറ്റ് ചെയ്യാനും ആക്സെപ്റ്റ് ചെയ്തതിൻ്റെ ഗുണങ്ങൾ മുഴുവൻ എക്സാജുറേറ്റ് ചെയ്ത് കാണാനും നമ്മൾ തുടങ്ങും.
അടുത്തതെന്ന് പറയുന്നത് എഫേർട്ട് ജസ്റ്റിഫിക്കേഷനാണ്. അതായത് ഞാൻ കുറേ പണിയെടുത്തു, ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് നല്ലൊരു ഔട്ട്കമാണ്, ആ ഔട്ട്കമൊന്നും എനിക്ക് കിട്ടിയില്ല. ആ സമയത്ത് എനിക്കൊരു ഡിസണൻസ് ഉണ്ടാവും. ആ സമയത്ത് നമ്മൾ മിക്കതും ചെയ്യാന്ന് പറയുന്നത് എഫേർട്ടിനെ ജസ്റ്റിഫൈ ചെയ്യും പല രീതിയിൽ. ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കോളേജിൽ ഒരു ക്ലബ്ബിൽ ചേർന്നു, ഞാൻ കുറേ പണിയെടുത്തു, ഞാൻ കുറേ ഇവൻ്റ് ഓർഗനൈസ് ചെയ്തു, എന്നാൽ എനിക്ക് അതിൽ നിന്നും വലിയൊരു മെച്ചം ആയി തോന്നുന്നില്ല. പക്ഷെ ഞാൻ കുറേ എഫേർട്ട് ഇട്ടു. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എഫേർട്ടിന് ജസ്റ്റിഫിക്കേഷൻ കൊടുക്കാൻ തുടങ്ങും. ഞാൻ ജോലിക്ക് പോകുമ്പോൾ ഇത് നല്ലതായിരിക്കും, ഇല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഇത് നല്ലതായിരിക്കും. പിന്നെയെന്ന് പറയുന്നത് സെലക്റ്റീവ് എക്സ്പോഷർ ടു ഇൻഫർമേഷനാണ്. അതായത് നമ്മളൊരു ഡിജിറ്റൽ യുഗത്തിലാണ് ജീവിക്കുന്നത്, പക്ഷേ നമ്മുടെ കയ്യിൽ വളരെ ചുരുങ്ങിയ ഇൻഫർമേഷനാണ് ഉണ്ടാവുക. എന്താ കാരണം വെച്ചാൽ, ഇപ്പോൾ നമ്മൾ നമ്മുടെ യൂട്യൂബ് ഫീഡിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഫീഡിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളെ ചലഞ്ച് ചെയ്യാത്ത, നമ്മുടെ ബിലീഫ്സിനെ ചലഞ്ച് ചെയ്യാത്ത, നമ്മുടെ ഒപ്പീനിയൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അവിടെയൊക്കെ ഉണ്ടാവുക. എന്താ വെച്ചാൽ നമ്മളതാണ് കാണാൻ ഉദ്ദേശിക്കുന്നുള്ളൂ, മറ്റുള്ളതിനെയൊന്നും നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മളെ ചലഞ്ച് ചെയ്യുന്ന, നമ്മുടെ ബിലീഫ് സിസ്റ്റത്തിനെ ചലഞ്ച് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അവിടെ ഒരു ഡിസണൻസ് ഉണ്ടാവും. ആ ഡിസണൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെലക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ കറണ്ട് ഒപ്പീനിയൻ, കറണ്ട് ബിലീഫ് സിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അടുത്തതെന്ന് പറയുന്നത് ഫോഴ്സ്ഡ് കംപ്ലയൻസ് ആണ്. അതായത് നമ്മുടെ ബിലീഫ് സിസ്റ്റത്തിനെതിരായ ഒരു ബിഹേവിയർ നമ്മൾ ഫോഴ്സ്ഫുള്ളി ചെയ്യേണ്ടി വരികയും എന്നാൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള ജസ്റ്റിഫിക്കേഷൻ അതിന് വളരെ കുറവാകുമ്പോൾ നമ്മുടെ ബിലീഫ് സിസ്റ്റം നമ്മൾ ഫോഴ്സ്ഫുള്ളി മാറ്റുകയാണ്. അതിനൊരു എക്സ്പെരിമെൻറ്റ് ഫെസ്റ്റിംഗർ തന്നെ ചെയ്തിട്ടുണ്ട് 1959. അതായത് ഒരു സെറ്റ് ഓഫ് ആൾക്കാരോട് പറയാണ്, നിങ്ങളൊരു ബോറിങ് ടാസ്ക് ചെയ്യാൻ. അപ്പോൾ അവർ ആ ബോറിങ് ടാസ്ക് 1 മണിക്കൂർ ചെയ്യുന്നതിന് ശേഷം അവരോട് പറയും, അടുത്ത ടീം വരുമ്പോൾ അവരോട് പറയുക, ഇത് സൂപ്പർ ടാസ്ക്കാണ്, നല്ല ക്രിയേറ്റീവും നല്ല എന്താ പറയുക അടിപൊളി ടാസ്ക്കാണെന്ന് ലൈ ചെയ്യാൻ പറഞ്ഞു. ഇപ്പോൾ ഈ ലൈ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ഫസ്റ്റത്തെ ടീമിലത്തെ ആൾക്കാർക്ക് പകുതി പേർക്ക് $1 മറ്റ് പകുതി പേർക്ക് $20 കൊടുത്തു. ഈ $1 കൊടുത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിലെന്താണ്, ഹോണസ്റ്റ് പേഴ്സണാണ്, അവർ ഫോഴ്സ്ഫുള്ളി ലൈ ചെയ്യേണ്ടി വരികയാണ് ഈ എക്സ്പെരിമെൻറ്റിന് വേണ്ടി. എന്നാൽ അവർക്ക് എക്സ്റ്റേണലായിട്ട് കിട്ടിയേക്കുന്നത് എന്താണ്, $1 റിവാർഡ്, ഒരു എക്സ്റ്റേണൽ ജസ്റ്റിഫിക്കേഷനായിട്ട് കിട്ടിയേക്കുന്നത് $1. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഡിസണൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ആ ഡിസണൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യാന്ന് പറയുന്നത്, അവർക്ക് പിന്നീട് ചോദിച്ചപ്പോൾ അവർ തന്നെ പറയാണ്, എന്ത് ടാസ്ക് അത്ര ബോറിംഗ് ഒന്നും ആയിരുന്നില്ല എന്ന്. അപ്പോൾ നമ്മുടെ റിയാലിറ്റി തന്നെ നമ്മൾ റീഡിഫൈൻ ചെയ്യുകയാണ്. അതായത് ബോറിംഗ് ആയിട്ടുള്ളൊരു ടാസ്ക് ആയിരുന്നു, പക്ഷെ നമ്മളിപ്പോൾ നമ്മുടെ പെർസ്പെക്റ്റീവിൽ അതൊരു നല്ല ടാസ്ക്കാണ് എന്നുള്ളത്. അതേപോലെ തന്നെ ഇതിൽ നിന്ന് കണ്ടുപിടിച്ചൊരു കാര്യമാണ്, അതായത് $20 വാങ്ങിച്ച ആൾക്കാർക്ക് അവർക്ക് ഡിസണൻസ് അനുഭവിക്കുന്നില്ല. അതായത് അവർക്ക് എക്സ്റ്റേണൽ ഫോഴ്സും എക്സ്റ്റേണൽ ആയിട്ട് കിട്ടിയ റിവാർഡും അവർക്ക് ബ്ലെയിം കൊടുക്കാൻ പറ്റുന്നു. അപ്പോൾ അവർക്ക് എത്രയോ എക്സ്റ്റേണൽ ഫോഴ്സ് കുറവാണോ അത്രയും ഡിസണൻസ് കൂടും. എന്നാൽ എക്സ്റ്റേണൽ ഫോഴ്സ് വളരെ കൂടുതലാണെങ്കിൽ നമുക്ക് ഡിസണൻസ് അനുഭവിക്കേണ്ടി വരുന്നില്ല. അപ്പോൾ അതിൽ നിന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, എക്സ്റ്റേണൽ ഫോഴ്സ് വളരെ കൂടുതലാണെങ്കിൽ നമുക്ക് ഡിസണൻസ് അനുഭവിക്കേണ്ടി വരുന്നില്ല. ഈ നാളെ എന്നെ ഒരു ഗൺ പോയിന്റിൽ നിർത്തിയിട്ട് എന്നോട് ഇന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻ്റെ ബിലീഫ് സിസ്റ്റത്തിനെതിരായിട്ടുള്ള കാര്യമാണെങ്കിൽ പോലും എനിക്കത് ചെയ്യുമ്പോൾ കോഗ്നിറ്റീവ് ഡിസണൻസ് ഉണ്ടാവുന്നില്ല. പക്ഷേ ഡിസ്കംഫർട്ട് ഉണ്ടാവില്ല എന്നുള്ളതല്ല പറയുന്നത്, ആങ്കറും ഫ്രസ്ട്രേഷനും ഒക്കെ ഉണ്ടാവും, എന്നാൽ ഡിസണൻസ് അല്ല അവിടെ ഉണ്ടാവുന്നത്. അപ്പോൾ ഡിസണൻസ് ഉണ്ടാവുന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത്, നമുക്കൊരു ചോയ്സ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു തോന്നൽ. അതായത് എനിക്കിന്ന് വൈകുന്നേരം നടക്കാൻ പോകായിരുന്നു ഹെൽത്തി ആവാൻ വേണ്ടി, പക്ഷേ ഞാൻ നടക്കാൻ പോയില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ഹെൽത്തി ആവണം എന്ന് ചിന്തിക്കുന്ന ഒരാളുമാണ്. അങ്ങനെയുള്ള സമയത്താണ് ഡിസണൻസ് ഉണ്ടാകുന്നത്. എന്നാൽ എക്സ്റ്റേണൽ ഫാക്ടർ വളരെ കൂടുതൽ വരികയാണ്. ഇപ്പം എൻ്റെ മാനേജർ വിളിച്ചിട്ട് പറയുകയാണ്, നീ വർക്ക് ചെയ്യണം, ഇല്ലെങ്കിൽ തന്നെ ഞാൻ ഫയർ ചെയ്യുന്നു. അപ്പോൾ ആ സമയത്ത് ഡിസണൻസ് ഇല്ല, ഞാൻ നടക്കാൻ പോകാത്തതിന് എനിക്ക് എക്സ്റ്റേണൽ ഫാക്ടറുമേ ബ്ലെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ എക്സ്റ്റേണൽ ഫാക്ടർ എന്ത് വേണമെങ്കിൽ ആവാം, ഒരു റിവാർഡാവാം, പണിഷ്മെൻ്റ് ആവാം, എന്ത് വേണമെങ്കിൽ ആവാം. ആ സമയത്ത് നമുക്ക് ഡിസണൻസ് അനുഭവിക്കേണ്ടി വരുന്നില്ല എന്നുള്ളതും ഒരു പോയിൻ്റാണ്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സിന് നമ്മുടെ ഡിസണൻസ് വളരെയധികം കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് പല കോർപ്പറേഷൻസും പല നമുക്ക് ചുറ്റുമുള്ള എല്ലാ സ്ഥലങ്ങളിലും അത് യൂട്ടിലൈസ് ചെയ്യുന്നതാണ് പല ആൾക്കാർ. ഇപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അവർ 2 രീതിയിലാണ് ഡിസണൻസിനെ അപ്രോച്ച് ചെയ്യുന്നത്. ഒന്നെന്ന് പറയുന്നത്
അവർ ഡിസണൻസ് ക്രിയേറ്റ് ചെയ്യും. അതായത് നിങ്ങൾ നിങ്ങളുടെ ഫാമിലീനെ ലവ് ചെയ്യുന്ന ആളല്ലേ, എന്നിട്ട് എന്തുകൊണ്ട് ഈ ഇൻഷുറൻസ് എടുത്തില്ല? അല്ലെങ്കിൽ നിങ്ങൾ എൻവയോൺമെൻറ്റിനെ നല്ലതാക്കണം എന്ന് പറഞ്ഞ് നടക്കുന്ന ആളല്ലേ, എന്നിട്ടും സാർ ഈ കാറാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള ഒരു കോൺട്രഡിക്റ്റിംഗ് ആയിട്ടുള്ള 2 കാര്യങ്ങൾ തന്നിട്ട് അപ്പോൾ നമുക്കൊരു ഡിസണൻസ് ഉണ്ടായി. ആ ഡിസണൻസ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ മോട്ടിവേറ്റഡ് ആയി. ആ മോട്ടിവേഷനെ അവരുടെ പ്രൊഡക്റ്റിലേക്ക് എത്തിക്കാൻ വേണ്ടി അവരുടെ പ്രൊഡക്റ്റാണ് അതിനുള്ള സൊല്യൂഷൻ എന്നുള്ള പൊസിഷനിലേക്ക് അവർ കൊണ്ടുവരികയാണ്. അപ്പോൾ അത് അഡ്വർടൈസ്മെൻറ്റ് വളരെയധികം യൂട്ടിലൈസ് ചെയ്യുന്നു. പക്ഷേ ഇത് വാങ്ങിക്കഴിഞ്ഞിട്ടൊരു കാര്യമുണ്ട്. വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സേവ് ചെയ്യണം എന്നുള്ള ഒരു തോന്നലുള്ള ആളാണ് എന്ന് വിചാരിക്കുക. എന്നാൽ ഞാനിത് വാങ്ങുകയും ചെയ്തില്ലേ, ആ വാങ്ങിയ സമയത്ത് അപ്പോൾ എക്സ്പെൻസായി. അപ്പോൾ എനിക്കൊരു ഡിസണൻസ്, ആ ഒരു ഡിസണൻസ് വന്നു. ആ ഒരു ഡിസണൻസ് വരുമ്പോൾ എനിക്ക് ബ്ലെയിം ചെയ്യാൻ പറ്റിയ ഈ പ്രൊഡക്റ്റിനെ ആയിരിക്കും. അപ്പോൾ എൻ്റെ ലോയാലിറ്റി അവർക്ക് കിട്ടില്ല, ഇനിയുള്ള ഫ്യൂച്ചർ കച്ചവടങ്ങൾ കിട്ടില്ല. അപ്പോൾ അവർ ആ ഡിസണൻസിനെ കുറയ്ക്കാൻ വേണ്ടി, അതായത് നമുക്ക് കാശ് ചിലവാക്കിയതിൻ്റെ ഡിസണൻസ് ഉണ്ടായതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവർ അതിനുള്ള ഒരു റാഷണലൈസേഷൻ ആയിട്ടുള്ള കാര്യങ്ങളും അവർ തരും. അടുത്തത് ഒരു സ്മാർട്ട് ചോയ്സാണ്, അല്ലെങ്കിൽ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ബോൾഡ് മൂവ് എടുക്കുള്ളൂ എന്നുള്ള ടാഗ് ലൈൻസ് അവർ തരും. അതൊരു ജസ്റ്റിഫിക്കേഷനായിട്ട് നമ്മുടെ ഡിസണൻസ് കുറയ്ക്കാനുള്ള ജസ്റ്റിഫിക്കേഷനായിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യും. പഴയ ജനറേഷൻ ഇതൊന്നും ചെയ്യില്ല, നിങ്ങൾ ന്യൂ ജനറേഷനാണ്, നിങ്ങളിത് ചെയ്യും എന്നൊക്കെയുള്ള ആ ഒരു ടാഗ് ലൈനൊക്കെ അതിന് വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങളാണ്. ഇത് എല്ലായിടത്തും യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഈവൻ പൊളിറ്റിക്സിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഞങ്ങളുടെ പോളിസി അംഗീകരിക്കുന്നില്ലേ, അപ്പോൾ നിങ്ങൾ ശരിക്കും പാട്രിയോട്ടിക് അല്ലേ? അപ്പോൾ ആ ഒരു ഐഡൻറ്റിറ്റീനെ തന്നെ ചോദ്യം ചെയ്യുകയാണ്. അപ്പോൾ പിന്നെ ആൾക്കാർ നാച്ചുറലി ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പൊളിറ്റിക്കൽ ക്യാമ്പയിൻസിലും എല്ലായിടത്തും യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. പിന്നെയെന്ന് പറയുന്നത് നമ്മുടെ ബിഹേവിയറോ നമ്മുടെ ബിലീഫ് സിസ്റ്റത്തിൽ നിന്നോ ഉണ്ടാകുന്ന ഡിസണൻസ് അല്ല, നമ്മൾ പാർട്ട്ണറായ ഗ്രൂപ്പോ അല്ലെങ്കിൽ സിസ്റ്റമോ ഇൻവോൾവ് ആയിട്ടുള്ളത് കൊണ്ട് ഉണ്ടാകുന്ന ഡിസണൻസ്. അതായത് ഞാൻ ആരെയും ആക്രമിക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ ഇക്വാലിറ്റിയിൽ വിശ്വസിക്കുന്ന ആളാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാർ അവരുടെ പൊളിറ്റിക്കൽ പാർട്ടിയോ അല്ലെങ്കിൽ അവരുടെ നേഷനോ ഒക്കെ വയലൻസിലേക്ക് കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ ശരിയല്ലാത്തൊരു പോളിസി ചെയ്യുമ്പോൾ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ നോക്കും. നിൻ്റെ പാർട്ടി ഇത്ര പേരെ കൊന്നില്ലേ, അപ്പം ഇവിടെ കൊന്നതായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അപ്പോൾ അതിന് അവരുടെ ഇൻഡിവിജ്വൽ സെൽഫ് ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവില്ല. പക്ഷെ നമ്മൾ ഈ ഗ്രൂപ്പിൻ്റെ പാർട്ടായതുകൊണ്ട് ആ ഒരു ഡിസണൻസ് ഉണ്ടാവുകയും ആ ഡിസണൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ നടന്ന സംഭവത്തിനെ ജസ്റ്റിഫൈ ചെയ്യാനും നോക്കും. സോ കോഗ്നിറ്റീവ് ഡിസണൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഐഡൻറ്റിറ്റിയെ തന്നെ പൂർണ്ണമായിട്ടും റീഡിഫൈൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ബിലീഫ് സിസ്റ്റത്തിനെ ആണെങ്കിലും നമ്മുടെ ബിഹേവിയറിനെ ആണെങ്കിലും നമ്മൾ നമ്മളെ എങ്ങനെ കാണുന്നു എന്നതിനെയും നമ്മുടെ റിയാലിറ്റിയിലുള്ള പെർസെപ്ഷനെയും നമ്മുടെ മെമ്മറീസിനെയും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമുക്ക് ചുറ്റുമുള്ള എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, അത് പൊളിറ്റിക്കൽ പാർട്ടീസ് ആണെങ്കിലും ആഡുകളാണെങ്കിലും കോർപ്പറേഷൻസ് ആണെങ്കിലും ഒക്കെ ഇതിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിലും ഇതൊരു ബാഡായിട്ടുള്ള കാര്യമല്ല. നമുക്കൊരു ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് തരുന്ന ഒരു സംഭവമാണ്. നമ്മളെ ബിലീഫ് സിസ്റ്റങ്ങളെയും നമ്മുടെ ബിഹേവിയറിനെയൊക്കെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാണ്. ഒരു തെറാപ്പിസ്റ്റിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ അവർക്ക് നമ്മുടെ ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റുകൾ നമ്മളെ അവെയർ ആക്കാനും അതിലൂടെ നമ്മുടെ ബിലീഫ് സിസ്റ്റത്തിനെയോ അല്ലെങ്കിൽ ബിഹേവിയറിനെയൊക്കെ നല്ല രീതിയിൽ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ മാറ്റാനും ഒക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. ഈവൻ നമുക്ക് തന്നെ നമ്മൾ 2 കോൺട്രഡിക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിൽക്കുമ്പോൾ രണ്ടാമത് ആലോചിക്കാൻ നമ്മളോട് തന്നെ നുണ പറയുകയാണോ അതോ ഇതാണോ എൻ്റെ ബെസ്റ്റ് ചോയ്സ് എന്നുള്ളതൊന്ന് ആലോചിക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ കോഗ്നിറ്റീവ് ഡിസണൻസിൻ്റെ ബേസിക്കായിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളിലൂടെ കടന്നുപോയി. ഓരോ ടോപ്പിക്കിനും വളരെ ഇൻഡെപ്ത് ആയിട്ടുള്ള കേസ് സ്റ്റഡീസും വളരെ ഇൻഡെപ്ത് ആയിട്ടുള്ള ബുക്സും ഒക്കെ ഉണ്ട്. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം വേറൊരു ടോപ്പിക്കായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ബൈ.